നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ സുധാകരൻ്റെ കണ്ണ് എങ്ങോട്ട്? ഇപ്പോഴും കോൺഗ്രസിനെ ഭീതിപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഡൽഹിയിൽ എല്ലാവരെയും വിളിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം സുധാകരൻ പോയില്ല. തനിക്ക് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോകാതിരുന്നത്. തൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലമാണ് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഞാനെന്തിനാണ് വെറുതെ കെട്ടിക്കയറി ഡൽഹിക്ക് പോകുന്നതെന്നാണ് കെ സുധാകരൻ ചോദിച്ചതത്രേ. എന്ന് വെച്ചാൽ എന്ത് കാരണം കൊണ്ടാണോ തന്നെ മാറ്റിയെന്ന് ഹൈക്കമാൻഡ് പറയുന്നത്, ആ കാരണം കൊണ്ട് തന്നെ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിന് സുധാകരൻ പോകാതിരുന്നു. ഇതാണ് കെ സുധാകരൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഇനി സുധാകരൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല. ഇതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ 2 പ്രധാന തിരഞ്ഞെടുപ്പുകളെയാണ്, വിധി നിർണായകമായ തിരഞ്ഞെടുപ്പുകളെയാണ് കേരളത്തിലെ കോൺഗ്രസും UDFും നേടാൻ പോകുന്നത്. തന്നെ അപമാനിച്ചിറക്കി വിട്ടു എന്നുള്ള വേദന സുധാകരൻ്റെ മനസ്സിലുണ്ട്. സുധാകരൻ്റെ മനസ്സ് വേദനിച്ചാൽ അദ്ദേഹം വെറുതെ ഇരിക്കുന്നയാളല്ല. ഇതും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം വരുമ്പോഴോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചരണം വരുമ്പോഴോ ഒക്കെ കെ സുധാകരൻ എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന ഭീതി ഇപ്പോൾ നന്നായി കോൺഗ്രസിനുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ഭീതിയും കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ട്. എന്തായിരിക്കും സുധാകരൻ്റെ അടുത്ത നിലപാട്? പണ്ട് BJPയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകുമെന്നും ഐ വിൽ ഗോ വിത്ത് BJP എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെന്ന് മാത്രമല്ല RSS ത്യാഗയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നുവരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. അത് ചുമ്മാ പറഞ്ഞതല്ല, കോൺഗ്രസിനെ വെട്ടിലാക്കാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. കോൺഗ്രസിനെ വെട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ VD സതീശനെ വെട്ടിലാക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് കെ സുധാകരൻ അത് പറഞ്ഞത്. കാരണം സുധാകരനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, VD സതീശനെ വെട്ടിലാക്കുക എന്നുള്ള ഉദ്ദേശം അക്കാര്യത്തിൽ സുധാകരൻ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം നിറവേറുകയും ചെയ്തു. ഇനി RSS നേതൃത്വവുമായി, പ്രത്യേകിച്ച് കണ്ണൂരിലെ BJP RSS നേതൃത്വവുമായി കെ സുധാകരന് വളരെ അടുത്ത ബന്ധമുണ്ട്. EP ജയരാജനെതിരെ നടന്ന വധശ്രമത്തിൽ പ്രതികളായത് പഴയ 2 RSSകാരാണ്. അവരെ ഏർപ്പാടാക്കി കൊടുത്തത് കെ സുധാകരനാണെന്നുള്ള ആരോപണം നിരന്തരമായി CPM ഒരു കാലത്ത് ഉയർത്തിയിരുന്നു. അതിൽ വിക്രംജാലി ശശി എന്ന് പറയുന്ന പ്രതി യഥാർത്ഥത്തിൽ ഒരു RSS പ്രവർത്തകൻ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം RSSൽ നിന്ന് പുറത്താക്കപ്പെട്ടു, പിന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ പഴയ RSSകാരെ ഉപയോഗിച്ചാണ് EP ജയരാജൻ്റെ ഈ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഗൂഢാലോചന നടന്നതെന്നൊക്കെ CPM നിരന്തരമായിട്ട് ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഏതായാലും കെ സുധാകരൻ്റെ ഈ ചായ്വ്, ഈ ഒരു BJPയുള്ള ചായ്വ് ഇപ്പോഴും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അറ്റ കൈക്ക് സുധാകരൻ കോൺഗ്രസിനെ നേരിടണമെന്ന് ആഗ്രഹിച്ചാൽ ഇനി BJP എന്ന ഓപ്ഷൻ നോക്കുമോ എന്നുള്ള ഭയം പോലും ഇപ്പോൾ കോൺഗ്രസിനുള്ളുണ്ടെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതിൽ എത്ര കണ്ട് സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ചില കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് കണ്ണൂരിലെ ചില സുധാകരൻ്റെ വളരെ അടുത്തകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇനി അദ്ദേഹത്തിനെ വഴി നോക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള ഡയലോഗുകളാണ് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. ഏതായാലും സുധാകരനെ നോവിച്ചു വിട്ടാൽ അദ്ദേഹം വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന് കൃത്യമായി മനസ്സ് നൊന്നിട്ടാണ് KPCC അധ്യക്ഷസ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോയത്. അദ്ദേഹം ആ ഒരു ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സുധാകരൻ്റെ നീക്കങ്ങൾ കോൺഗ്രസ് വളരെയധികം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സുധാകരൻ ഏത് തരത്തിലുള്ള ആഘാതവും ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനും അറിയാം. ഇനി അറ്റകൈക്കായിട്ട് കണ്ണൂർ MP സ്ഥാനം അദ്ദേഹം രാജിവെക്കുമ്പോൾ തനിക്ക് സുഖമില്ല, ആരോഗ്യകരമായ അത്ര സുഖമില്ല, അതുകൊണ്ട് തനിക്കിനി മുന്നോട്ട് പോകാൻ MP ആയിട്ട് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് MP സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ഭയവും കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ഏതായാലും സുധാകരൻ്റെ നീക്കങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുകയാണ് എന്ന കാര്യം സത്യമാണ്.